हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. നമ്മൾ 15ഉം 16 ശ്ലോകം വായിക്കാം. ലോകാധ്യക്ഷ ലോകാധ്യക്ഷസുരാധ്യക്ഷോ ധർമാധ്യക്ഷ കൃതാകൃതഃ ചതുരാത്മാ ചതുർവ്യൂഹ ചതുർദംഷ്ട്രശ്ചതുർഭുജ ഭ്രാജിഷ്ണുർഭോജനം ഭോക്താ സഹിഷ്ണുർജഗദാധിജ അനഘോ വിജയോ ജേതാ വിശ്വയോനിഃ പുനർവസു. ഇന്നത്തെ നാമം തുടങ്ങുന്നത് 142ാമത്തെ നാമം ഭോജനം. നല്ല വിഷയമല്ലേ? ഭോജനം എന്ന് വെച്ചെങ്കിൽ ഭക്ഷ്യം, ആഹാരം എന്നുള്ള അർത്ഥങ്ങളൊക്കെയാണ് ഭോജനത്തിനുള്ളത്. സാമാന്യ അർത്ഥം ഇതാണ്. പക്ഷേ തത്വശാസ്ത്രത്തിലെ ഭോജനം എന്നാൽ നമ്മൾ ഈ പറയപ്പെടുന്ന സാധാരണ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആഹാരം, വായ വഴി കഴിക്കുന്നത്, അത് മാത്രമല്ല തത്വശാസ്ത്രത്തിലെ ഭോജനം, ആഹാരം എന്നൊക്കെ പറഞ്ഞുള്ളൂ. അത് ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കുന്ന എല്ലാ വിഷയങ്ങളും ഭോജനമാണ്. നമ്മളുടെ ജ്ഞാനേന്ദ്രിയങ്ങളെ കൊണ്ട് ബാഹ്യ വസ്തുക്കളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ എല്ലാം ആഹാരമാണ്, ഭക്ഷ്യമാണ്, ഭോജനമാണ്. അതേപോലെ തന്നെ നമ്മളുടെ വിചാരങ്ങളും ആഹാരമാണ്. മനസ്സിൻ്റെയും ബുദ്ധിയുടെയും തലത്തിൽ നമുക്ക് കിട്ടുന്ന, ചിത്തത്തിൻ്റെ തലത്തിൽ നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ, വികാരങ്ങൾ, വിചാരങ്ങൾ ഇതെല്ലാം ആഹാരമായിട്ടാണ് കരുതുക. ഓൾ ഇൻടേക്ക് എന്നർത്ഥം. കർമ്മേന്ദ്രിയങ്ങൾ വഴിയല്ല, ജ്ഞാനേന്ദ്രിയങ്ങൾ വഴിയുള്ള ഇൻടേക്കും കൂടെ നമുക്ക് ആഹാരമാണ്. മനസ്സും ബുദ്ധിയിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളും ആഹാരമാണ്. അപ്പം അങ്ങനെയുള്ളൊരു വ്യാപ്തിയോട് കൂടിയിട്ട് വേണം നമ്മൾ ആഹാരം എന്നുള്ള വാക്കിനെ കാണാൻ. ഈ ആഗ്രഹം മനുഷ്യനിൽ ജനിപ്പിക്കുന്നത് മായാശക്തിയല്ലേ? ഞാൻ അപൂർണനാണ് എന്നുള്ളൊരു തോന്നൽ, ഞാൻ അല്ലാത്ത എന്തോ ആണ് എന്നുള്ളൊരു തോന്നൽ, അതുകൊണ്ടാണല്ലോ ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ടാവുന്നത്. അതിനാൽ മായാശക്തിയെ ഭോജനം എന്നറിയപ്പെടുന്നു. അതൊരു അനുഭവമാണല്ലോ നമുക്ക്. അതുകൊണ്ടാണ് മായാരൂപത്തിലിരിക്കുന്ന ഭഗവാൻ തന്നെയാണ് ഭോജനവും എന്ന് പറയാൻ കാരണം. മായാസ്വരൂപമാണ് ഭഗവാൻ, ഭഗവാന്റെ സ്വരൂപമാണ് മായ, മായാസ്വരൂപമാണ് ഭഗവാൻ. അപ്പോൾ ഈ ആഗ്രഹങ്ങൾ എന്നുള്ളതെല്ലാം മായയിൽ നിന്ന് വന്നതാണ്. എല്ലാറ്റിലുള്ള ആഗ്രഹങ്ങളും, ഭക്ഷണത്തിനുള്ള ആഗ്രഹവും എല്ലാം ഇന്ദ്രിയങ്ങളിൽ കൂടെ നമ്മൾ അനുഭവിക്കാൻ കഴിയുന്ന എല്ലാ വസ്തുക്കളെയും നമ്മൾ ആഗ്രഹിച്ചിട്ടാണല്ലോ നമുക്കത് കിട്ടുന്നത്. അപ്പം അതെല്ലാം മായയിൽ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് മായ ഭഗവാന്റെ സ്വരൂപമായതുകൊണ്ട് മായയെ ഭഗവാനെ നമ്മൾ ഭോജനം എന്നുള്ളൊരു വാക്കിൽ അറിയപ്പെടുന്നു. രസാവൈസ
തൈത്രീയത്തിൽ പറയും. രസാവൈസ, ഇവൻ രസം തന്നെ എന്ന് പ്രസിദ്ധനാകുന്നു. രസം തന്നെയാണ് ഇവൻ എന്നുള്ള നാമത്തിൽ ഇവൻ പ്രസിദ്ധപ്പെടുന്നതാണ്. രസാവൈ സ, ഇവൻ രസം തന്നെ എന്നാണ് ഉപനിഷത്തുകൾ, വേദവാക്യങ്ങളൊക്കെ. ഭഗവത്ഗീതയിലേക്ക് പോയാൽ കുറച്ചും കൂടി ലളിതമായിട്ട് നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട് ഭഗവാൻ 4-ാം അധ്യായത്തിൽ. ഈ ശ്ലോകം നിങ്ങളിൽ മിക്കവർക്കും അറിയാം, മിക്കവരും ദിവസേന ചെല്ലുന്ന ശ്ലോകമാണ്, അല്ലെങ്കിൽ ചെല്ലേണ്ട ഒരു ശ്ലോകമാണ്. ഭക്ഷണം കഴിക്കാനിരിക്കുന്നതിൻ്റെ മുമ്പേ നമ്മൾ ചെല്ലേണ്ട ഒരു ശ്ലോകമാണ്. 2 ശ്ലോകമുണ്ട്. ഒന്ന് 15-ാം അധ്യായത്തിലെ അഹം വൈശ്വാനരോ ഭൂത്വ എന്നിട്ടുള്ള നാമം ചെല്ലും. പിന്നെ കൂടുതൽ ആളുകളും ഈ 4-ാം അധ്യായത്തിലെ ഈ ശ്ലോകമാണ് ചെല്ലുക. അത് മിക്കവരും ചെല്ലുന്നവരാണ്. അറിയാത്തവരൊക്കെ അത് പഠിച്ച് ചെല്ലുന്നതിലും കുഴപ്പമില്ല. നല്ലൊരു ശ്ലോകമാണ് അത് ചെല്ലാൻ. ശാസ്ത്രം വിധിച്ചിട്ടുള്ളൊരു ശ്ലോകമാണ് ഭഗവത്ഗീതയിൽ. അത് ശ്ലോകം എങ്ങനെയാണ്? ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രഹ്മണാഹുതം ബ്രഹ്മൈവ തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന എന്നാണ് ശ്ലോകം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ ബ്രഹ്മാഗ്നൗ ബ്രാഹ്മണാഹുതം ബ്രഹ്മണ്യേവ തന്നെ ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിനോ. യജ്ഞത്തിൽ ഏത് വസ്തു കൊണ്ടാണോ നെയ്യ് മുതലായവ ഹവിർദ്രവ്യങ്ങൾ നമ്മൾ അഗ്നിയിൽ ഹോമം ചെയ്യുന്നത്, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ, ആഹുതി ചെയ്യില്ലേ നമ്മൾ? നെയ്യ് എണ്ണം ഇതൊക്കെ ആഹുതി ചെയ്യില്ലേ? അത് കൈകൊണ്ടെടുത്ത് കൊട്ടുകയല്ലല്ലോ നമ്മൾ ചെയ്യണം. അതിന് ചില പ്രത്യേക പാത്രങ്ങളൊക്കെ ഉണ്ട്. ശ്രുവം, ചമസ മുതലായ പാത്രങ്ങളാണത്. വേദങ്ങൾ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ചില, അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന രീതി ചിലത് മരം കൊണ്ടുണ്ടാക്കുന്നതൊക്കെ പ്രത്യേക രീതിയിലാണ്. അതിൻ്റെ ഷേപ്പ്, അതിൻ്റെ നീളം, വീതി ഇതൊക്കെ നിർണയപ്പെടുത്തിയിട്ടുള്ളത്. അതിന് ശ്രുവം, ചമസ മുതലായ പാത്രങ്ങളാണ് അത്. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ ബ്രഹ്മമാകുന്നു എന്ന് പറയണം. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി, ബ്രഹ്മത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന യജ്ഞത്തിൽ ഏത് വസ്തു കൊണ്ടാണോ നെയ്യ്, അന്നം മുതലായ ആയിട്ടുള്ള ദ്രവ്യങ്ങൾ അഗ്നിയിലേക്ക് നമ്മൾ ഹോമം ചെയ്യുന്നുവോ ആ വസ്തുക്കളും, അതായത് ശ്രുവം, ചമസ മുതലായ പാത്രങ്ങൾ ബ്രഹ്മമാകുന്നു. ഇനി ഹോമിക്കപ്പെടുന്ന വസ്തുക്കളോ? അന്നം, നെയ്യ് മുതലായ ഹോമിക്കപ്പെടുന്ന വസ്തുക്കൾ അതും ബ്രഹ്മം തന്നെയാകുന്നു. ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവിർ. അതിനി ഏതിലേക്കാ അർപ്പിക്കപ്പെടുന്നത്? യാഗാഗ്നിയിലേക്ക് അല്ലേ? അഗ്നിയിലേക്കാണ്, ഹോമകുണ്ഡത്തിലേക്കാണ് അർപ്പിക്കപ്പെടുന്നത്. അത് ആരാ? ആ അഗ്നിയും ബ്രഹ്മം തന്നെയാണ്. ബ്രഹ്മമാകുന്ന അഗ്നിയിലേക്ക് ബ്രഹ്മമാകുന്ന പാത്രങ്ങളെ കൊണ്ട്, എന്താ പറയുക, കോരികാന്നോ ചട്ടുകന്നോ എന്തൊക്കെ നമുക്ക് നാടൻ ഭാഷയിൽ പലതും പറയാം. പക്ഷേ അതിന് വേദഭാഷയിലൊക്കെ ശ്രു ചമസ എന്നൊക്കെയാണ് പറയാം. നമുക്ക് പറയത്തക്ക രീതിയിൽ കോരിക എന്ന് പറയാം, ചട്ടുകെന്ന് പറയാം, കുറച്ചുകൂടി മോഡേൺ ഭാഷയിൽ പറഞ്ഞാൽ സ്പൂണെന്ന് പറയാം. മനസ്സിലായില്ലേ? അതെന്തന്നെയായാലും അപ്പോൾ അത് ബ്രഹ്മമാണ്. അതിൽ കൂടെ നമ്മൾ കൺവേ ചെയ്യുന്ന പദാർത്ഥങ്ങളും നെയ്യ്, മറ്റുള്ള ദ്രവ്യങ്ങൾ, തേൻ, പാല്, അങ്ങനെയുള്ള ദ്രവ്യങ്ങൾ, അന്നം, അതും ബ്രഹ്മമാണ്. ഹോമിക്കപ്പെടുന്ന അഗ്നിയും ബ്രഹ്മമാണ്. ഇനിയിപ്പോൾ ആരാ ഹോമിക്കുന്നത്? യജ്ഞകർത്താവല്ലേ, യജ്ഞത്തിൻ്റെ യജമാനല്ലേ ഹോമിക്കപ്പെടുന്നത്. അങ്ങോരാരാ? ഒരു ബ്രഹ്മമാണ്. ബ്രഹ്മമാകുന്ന യജ്ഞകർത്താവിനാൽ ഞങ്ങൾ ചെയ്യുന്ന കർമ്മം എന്താ? ഹോമിക്കപ്പെടുന്നു എന്നുള്ള കർമ്മം, ഹോമം അല്ലേ?
അതും ബ്രഹ്മാണ്. അപ്പോൾ ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ, ബ്രാഹ്മണാഹുതം, ബ്രഹ്മ ഏവതേന ഗന്ധവ്യം. ഇനിയിപ്പോൾ ഇതൊക്കെ അർപ്പിച്ചു കഴിഞ്ഞിട്ട് താൻ എങ്ങടാപ്പോൾ തൻ്റെ യാത്ര? അല്ലേ? ബ്രഹ്മമാകുന്ന ഈ യജ്ഞകർമ്മത്തിൽ ശുദ്ധ സ്ഥിരമനസ്സോടുകൂടിയവൻ പ്രാപിക്കേണ്ട ഗമ്യസ്ഥാനം എവിടെയാ? വരാരോഹ എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ, എത്തിപ്പെടേണ്ട സ്ഥലം അതെവിടെയാ? അതും ബ്രഹ്മം തന്നെ. അപ്പൊ ബ്രഹ്മമല്ലാത്ത വസ്തു ഏതാ? ഒന്നുമില്ല. അതുകൊണ്ട് തന്നെയാ ഭോജനം എന്ന് പറയുന്നത്. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ, ബ്രാഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം. ഗന്ധവ്യം എത്തിപ്പെടേണ്ട സ്ഥാനം, ഗമ്യസ്ഥാനം. ബ്രഹ്മകർമ്മ സമാധിന. ബ്രഹ്മം, ഈ ചെയ്യുന്ന കർമ്മവും ബ്രഹ്മം തന്നെയാണ്. അപ്പൊ ഇതിൽ ബ്രഹ്മം വിട്ടിട്ട് വേറെ ഒന്നുമില്ല. എല്ലാം സർവം ബ്രഹ്മമയം, എല്ലാം ബ്രഹ്മമയം. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം. തർജ്ജമ: ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം, ബ്രഹ്മാൽ ബ്രഹ്മാർപ്പണം ഹുതം. ബ്രഹ്മത്തിലെത്തിടും അവൻ ബ്രഹ്മകർമ്മ സമാധിയാൽ. ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവി, ബ്രഹ്മാഗ്നോ, ബ്രാഹ്മണാഹുതം. ബ്രഹ്മാഗ്നിയിൽ ബ്രഹ്മഹവ്യം, ബ്രഹ്മാൽ ബ്രാഹ്മണാർപ്പണം ഹുതം. ബ്രഹ്മൻ ഏവ ഗന്ധവ്യ, ബ്രഹ്മൈവ തേന ഗന്ധവ്യം. ബ്രഹ്മത്തിൽ എത്തിടും അവൻ ബ്രഹ്മകർമ്മ സമാധിന, ബ്രഹ്മകർമ്മ സമാധിയാൽ. എത്തിപ്പെടേണ്ട സ്ഥാനവും ആ ചെയ്യുന്ന കർമ്മവും അഗ്നി, അതിൽ ഹോമിക്കപ്പെടുന്ന ദ്രവ്യങ്ങൾ, ആ ദ്രവ്യങ്ങൾ എടുത്ത് വിളമ്പുന്ന പാത്രങ്ങൾ എല്ലാം അതാണ്. എന്നിട്ട് ഈ യജ്ഞമൊക്കെ കഴിഞ്ഞിട്ട് എന്താ ഈ പാത്രം, ഈ സ്പൂണ് ചേഞ്ച്, എന്താ പറയുക, ചട്ടുകം, കോരിക എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, ശ്രുവം, ചമസ എന്നൊക്കെ പറഞ്ഞ പാത്രങ്ങൾ, അതെന്താ ചെയ്യുക? ബാക്കി വയ്ക്കില്ല, അത് അങ്ങനെ അടുപ്പിലിടും. അപ്പോൾ ഒന്നും ബാക്കിയില്ല എന്നർത്ഥം. എല്ലാം കഴിഞ്ഞു, എല്ലാം ബ്രഹ്മാർപ്പണം, സർവം ബ്രഹ്മമയം. അതാണ് ഭോജനം എന്ന് പറയാൻ കാരണം. ഇതൊക്കെ ഹവിസിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഭോജനമാണ്. അഗ്നി ഭഗവാന് നമ്മൾ അർപ്പിക്കുന്ന ഭോജനമാണ്. എന്തിനാ അർപ്പിക്കണത്? മറക്കരുത്. ദേവന്മാരെ സന്തുഷ്ടപ്പെടുത്താൻ, അവരുടെ ഭക്ഷണമാണത്, അവരുടെ ഭോജ്യമാണ്. ദേവന്മാരുടെ ഭോജ്യം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭോജ്യമാണ്, അല്ലേ? സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി എന്ന് പറയില്ലേ? മനുഷ്യന്മാരുടെ സുഖസൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദേവകളെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആ ദേവകൾക്ക് അതാത് സമയത്ത് ഭക്ഷണം കൊടുക്കേണ്ട ചുമതല മനുഷ്യരുടെയാണ്. അതെങ്ങനെയാണ് ഭക്ഷണം കൊടുക്കുക? ലഞ്ച്, ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയുള്ള സമയമൊന്നുമല്ല. ഇതൊക്കെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് യാഗം വഴി, യജ്ഞം വഴി, ഹോമാഗ്നിയിലൂടെ അഗ്നിവാഹകനായിട്ട് കൊറിയർ സർവീസിലാണ് അങ്ങോട്ട് അയക്കുക. അപ്പോൾ ദേവന്മാർക്കുള്ള ഭക്ഷണമാണ് നമ്മളിപ്പോൾ ഈ പാക്ക് ചെയ്ത് അയക്കുന്നത്. അത് ദേവന്മാരുടെ ഭക്ഷണം എന്ന് പറഞ്ഞാൽ പരബ്രഹ്മത്തിൻ്റെ ഭക്ഷണം തന്നെ, ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം തന്നെ. അപ്പോൾ നമ്മളവിടെ കൊണ്ട് ഒരുപാട് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും ഇവിടെ ഏതെങ്കിലും ഒരു ഹോമത്തിൽ പങ്കെടുത്തിട്ട് ഒരു പിടി അരിയോ ഒരു പിടി നെല്ലോ അതുകൊണ്ട് ഒരു സ്പൂൺ തേനോ ഒരു സ്പൂൺ പാലോ അല്ലെങ്കിൽ ഒരു സ്പൂൺ നെയ്യോ കോരി ഒഴിച്ചാലും അത് ആ ഫലം അങ്ങോട്ട് കിട്ടും. അവിടെ പോയി ക്യൂ നിന്ന് പാൽപ്പായസം ചീട്ടാക്കൊന്നും വേണ്ട. അപ്പോൾ ഭഗവാന്റെ ഭോജനം അത് ആയതുകൊണ്ടാണ് ഭഗവാന് ഭോജനം എന്നുള്ള പേരും ഭഗവാന് വരാൻ കാരണം. അപ്പോൾ ഭോജന എന്നുള്ള നാമത്തിൻ്റെ എക്സ്പ്ലനേഷൻ അതാണ്. 142. 43 ഭോക്ത. ഭോജനം മാത്രമല്ല, ഭോക്താവ് അങ്ങോരാ അല്ലേ നേരത്തെ പറഞ്ഞത്.
ഇത് ആർക്കാ കൊടുക്കുന്നത്? അഗ്നിക്കാണ് കൊടുക്കുന്നത്. അഗ്നി ആരാ? അഗ്നി ബ്രഹ്മമാണ്. കൊടുക്കണ ആളാരാ? ആഹുതി ചെയ്യുന്ന ആളാരാ? അയാളും ബ്രഹ്മം തന്നെയാണ്. കൊടുക്കുന്ന പാത്രം ഏതാ? അതും ബ്രഹ്മം തന്നെയാണ്. കൊടുക്കുന്ന വസ്തുക്കൾ ഏതാ? അതും ബ്രഹ്മമാണ്. എന്തിനാ അത് കൊടുക്കുന്നത്? ബ്രഹ്മത്തിലേക്ക് എത്താനാണ് കൊടുക്കുന്നത്. കൊടുക്കുന്ന ക്രിയയ്ക്ക് എന്താ പറയുക? അതും ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ദെയർഫോർ നാച്ചുറലി ഭോക്താവും ഭഗവാൻ തന്നെയല്ലേ? ഭോജനം ഭഗവാനാണ്, ഈ ഭോക്താവും ഭഗവാൻ തന്നെയല്ലേ? ഭുജിക്കുന്നവൻ, ഭോക്താവ് വെച്ചാൽ ഭുജിക്കുന്നവൻ, കൈപ്പറ്റുന്നവൻ, റിസീവർ എന്നുള്ള അർത്ഥമൊക്കെയാണ് ഭോക്താവ് വെച്ചാൽ. കുറച്ച് നേരത്തെയല്ലേ നമ്മൾ പറഞ്ഞേ ഭഗവാന് ഭോക്തൃത്വഭാവവും കർത്തൃത്വഭാവവും ഒന്നും ഇല്ലയെന്ന്? ഇല്ല, പരബ്രഹ്മത്തിനില്ല. നമ്മൾ പറഞ്ഞ് ഭോക്തൃത്വഭാവവും കർത്തൃത്വഭാവമൊക്കെ ആർക്കാ? ജീവിക്കല്ലേ. പരമാത്മാവും ജീവാത്മാവുമായിട്ട് എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. അദ്ദേഹത്തിൻ്റെ അംശം അതെന്ന് മാത്രമേ ഉള്ളൂ. അത് മായ കൊണ്ട് നമ്മളെ അതൊരു വ്യക്തിത്വമാക്കി മാറ്റുന്നു. ജീവാത്മാവിനെ നമ്മൾ അഹങ്കാരം കൊണ്ട് ഭസ്മം പൂശിയിട്ട് അതിനെ ഞാൻ എന്നുള്ള ഭാവത്തോട് കാണുന്നു. അത് ഞാനല്ല ശരിക്ക്. ഞാൻ എന്നുള്ള ഭാവം ഉണ്ട്, പക്ഷെ ഞാൻ അല്ല. അത് ഇല്ലാത്തതല്ല, അല്ലാത്തതാണ്. അവിടെ പിന്നെ എന്താ ഉള്ളത്? പരബ്രഹ്മം മാത്രമേ ഉള്ളൂ. അപ്പോൾ ജീവാത്മാവ് ഭോക്തൃത്വമായാലും കർത്തൃത്വമായാലും ആ സ്വരൂപനും ആ പരമാത്മാവ് പരബ്രഹ്മവും ഭോക്താവ് തന്നെയാണ്. അദ്ദേഹമാണല്ലോ ഇത് റിസീവ് ചെയ്യുന്നത്, എന്നിട്ടാണല്ലോ ദേവന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ റിസീവർ ആരാ? ഈ യജ്ഞത്തിൻ്റെ ഈ യാഗത്തിൻ്റെ ഒക്കെ റിസീവർ ആരാ? അവിടെ സെൻട്രൽ എന്താ പറയുക ഇൻവേർഡ് രജിസ്റ്റർ, സെൻട്രൽ ഇൻവേർഡ് രജിസ്റ്റർ, എല്ലാ ഇൻവേർഡ് ഐറ്റംസും പാർസലും എടുത്തു ഒറ്റ ദിക്കിലേക്കാണ് വരിക. എന്നിട്ട് അദ്ദേഹമാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എല്ലാവർക്കും. നമ്മളൊരിക്കലും അതിന് മുമ്പ് കണ്ടിട്ടുണ്ട്. എല്ലാ ദേവന്മാർക്കും ഡിസ്ട്രിബ്യൂഷൻ അവിടെ സെൻട്രൽ ഓഫീസിലാണ്. നമ്മൾ നേരിട്ട് അഡ്രസ്സൊക്കെ എഴുതിയ പിൻകോഡൊക്കെ തെറ്റും. അപ്പോൾ നേരെ ഭഗവാൻ അങ്ങോട്ട് അയച്ചു കൊടുക്കും. അതാണ് ഈ കൊണ്ടുപോകുന്ന അഗ്നിയും ബ്രഹ്മം തന്നെയാണെന്ന് പറയുന്നത്. കൊടുക്കുന്ന ആളും ബ്രഹ്മം തന്നെ, എല്ലാം ബ്രഹ്മം തന്നെയാണ്. അവിടെ ഒക്കെ സെൽഫാണ്. കൺസൈനർ സെൽഫ്, കൺസൈനി സെൽഫ്, ഒക്കെ സെൽഫാണ്. ഡെലിവർ ടു സെൽഫ്. സെൽഫിൻ്റെ ഒരു കളി അവിടെ, അല്ലേ? അപ്പോൾ ഭോക്താവും കർത്താവും ഒക്കെ ഭഗവാൻ തന്നെ. അദ്ദേഹം തന്നെയല്ലേ റിസീവ് ചെയ്യുന്നത്, അദ്ദേഹം തന്നെയല്ലേ കൊടുക്കുന്നത്. അതുകൊണ്ട് ഭോക്താവ് ആ പരബ്രഹ്മത്തിൻ്റെ ശക്തി തന്നെയാണ് ജീവാത്മാവായിട്ട് അത് കൈക്കൊള്ളുന്നത്. പുരുഷ പ്രകൃതിസ്ഥോഹി ഭുങ്ക്തേ പ്രകൃതിജൻ ഗുണ എന്നാ പറയാം. പുരുഷൻ അഥവാ ജീവാത്മാവ് പ്രകൃതിയിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഉത്ഭവിക്കുന്ന ഗുണങ്ങളെ, സുഖദുഃഖങ്ങളെ അനുഭവിക്കുന്നു. പ്രകൃതിയിലാണല്ലോ ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. ജീവാത്മാവിൻ്റെ സീറ്റ് പ്രകൃതിയാണല്ലോ. പ്രകൃതിയിൽ നിന്ന് ഭിന്നമായിട്ട് നിൽക്കല്ലല്ലോ. പ്രകൃതിയിൽ നിന്ന് കുടുങ്ങിയിരിക്കലല്ലോ അദ്ദേഹം. പുറത്തേക്ക് പോകാൻ പറ്റാണ്ട് കമ്പിവേലി കെട്ടിയിട്ട്, അല്ലേ? പ്രകൃതിയുടെ പരിധിയിലാണ് ജീവാത്മാവ് നിൽക്കുന്നത്. അതുകൊണ്ടാണല്ലോ അതിനെ ജീവാത്മാവായി മാറിയത്. അല്ലെങ്കിൽ പരബ്രഹ്മം എന്നല്ലേ പറയാം. അപ്പോൾ കർത്തൃത്വഭാവം ഭോക്തൃത്വഭാവം ഇല്ലാത്തതല്ലേ ഭഗവാൻ എന്ന് ചോദിക്കണതിൽ അർത്ഥമില്ല. ഭഗവാൻ ഗുണാതീതനാണ്, ഒക്കെ സമ്മതിച്ചു. പക്ഷെ കർമ്മഫലം ഭഗവാൻ ജീവാത്മാവ് വഴി അനുഭവിക്കുന്നു. കർമ്മഫലം അനുഭവിക്കുന്ന ജീവാത്മാവല്ലേ. ജീവാത്മാവ് പറയേണ്ട ആരാ? പരബ്രഹ്മം തന്നെയല്ലേ. അങ്ങനെ വേണം നമ്മൾ ഇതിനെ അർത്ഥം എടുക്കാൻ. കാരണം ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ അവസാനം വരൽ ചൂണ്ടുന്നത് എന്താ? എന്നിൽ നിന്ന് അന്യമായിട്ട് വേറെ ഒന്നുമില്ല. നിങ്ങൾ ഏത് പേര് വേണമെങ്കിൽ വിളിച്ചോളൂ. പരബ്രഹ്മം എന്ന് വിളിക്കേ, വിഷ്ണു എന്ന് വിളിക്കേ, ഭഗവാൻ എന്ന് വിളിക്കേ, അചിന്യൻ, അരൂപൻ, എന്ത് വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. ജീവാത്മാവ്, പരമാത്മാവ്, മായ, പ്രകൃതി, എന്ത് വിളിച്ചാലും അൾട്ടിമേറ്റ്ലി അനലൈസ് ചെയ്ത് നോക്കുമ്പോൾ ഞാനല്ലാണ്ട് ഇതൊന്നുമില്ല. വേറെ നത്തിങ് എക്സിസ്റ്റ് അതർ ദാൻ സുപ്രീം ദ റിയാലിറ്റി.
അങ്ങനെയല്ലേ? പിന്നെ ഭഗവാൻ ഭോക്താവ് അല്ല എന്ന് പറയാനും തർപ്പിച്ചങ്ങോട്ട് പറ്റില്ല നമുക്ക്, എന്തൊക്കെ ന്യായം പറഞ്ഞാലും. ഭഗവാൻ ഭോക്താവ് അല്ലെങ്കിൽ ഈ ഭക്തന്മാർ കൊടുക്കുന്ന ഉപഹാരങ്ങളൊക്കെ ഭഗവാൻ പിന്നെ സ്വീകരിക്കില്ലേ? സ്വീകരിക്കാൻ പാടുമോ? ഏയ് ഞാൻ ഇതൊന്നും കഴിക്കില്ല കേട്ടോ, ഇതൊന്നും വേണ്ട, അങ്ങനെ പറഞ്ഞാൽ മടിക്കോ നമ്മൾ ഭഗവാന് അറിഞ്ഞ് ഉപഹാരം കൊടുക്കുമ്പോൾ? ഇല്ലല്ലോ. ഭക്തന്മാരെ അറിഞ്ഞു കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കേണ്ടത് ആരാ? ഭഗവാൻ തന്നെയല്ലേ സ്വീകരിക്കേണ്ടത്. അപ്പോൾ പിന്നെ എങ്ങനെയാ ഭോക്താവല്ല എന്ന് പറയാം? തികഞ്ഞ ഭക്തിയോടെ നൽകുന്ന ഏത് ഉപഹാരവും അത് എത്ര എളിയതാണെങ്കിലും സന്തോഷത്തോടെ സ്വീകരിക്കുന്നു, അതിനുള്ള ഫലവും തിരിച്ചു കൊടുക്കണു, ഇല്ലേ? ചിലത് അപ്പപ്പോൾ കൊടുക്കണു, ഫാസ്റ്റ് ഫുഡ് പോലെ. ചിലത് അതിൻ്റെ പക്വത വരുമ്പോൾ കൊടുക്കും, ആ കർമ്മങ്ങളുടെ പക്വത വരുമ്പോൾ കൊടുക്കണം. ഉപ്പിലിട്ട് എടുക്കാറില്ലേ നമ്മൾ, ഞാൻ പറയാറില്ലേ? അതേപോലെ അത് ചിലപ്പോൾ 3 മാസം കഴിഞ്ഞിട്ടാവും, 6 മാസം കഴിഞ്ഞിട്ടാവും, 1 കൊല്ലം കഴിഞ്ഞിട്ടാവും, അടുത്ത ജന്മാവും. ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഈ ടൈം മാനേജ്മെൻറ്റൊക്കെ അദ്ദേഹത്തിൻ്റെ കീഴിൽപ്പെട്ടതാണ്. അതിലൊന്നും നമുക്ക് ചോദ്യം ചെയ്യാനോ കൈയെടുത്താനോ പറ്റില്ല. അവിടെ ഒന്നും പോകാണ്ടിരിക്കാനല്ല. കയ്യേറ്റ ആ കുടത്തിലിട്ടോ പിന്നെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഇതൊന്നും അറിയണല്ലോ, ഈ മറിമായ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിട്ടു എന്ന് വിചാരിക്കുക, ഇതൊന്നും അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ പുറത്തേക്ക് എടുക്കാൻ കിട്ടില്ലേ? അപ്പോൾ ആ വകയൊന്നും നമുക്ക് അന്വേഷിക്കേണ്ട. എപ്പോഴാണ് കിട്ടുക? ഞാൻ ഇപ്പം ഇന്ന് എന്തെങ്കിലും കർമ്മം ചെയ്താൽ എനിക്ക് നാളെ ഫലം കിട്ടുമോ, അതോ മറ്റന്നാളെ കിട്ടുമോ, അത് അടുത്ത ആഴ്ച കിട്ടുമോ, വെയിറ്റ് ചെയ്യണോ, എത്ര വെയിറ്റ് ചെയ്യണം, വെയിറ്റ് ലിസ്റ്റ് നമ്പർ എത്രയാണ്, ഇതൊന്നും ചോദിച്ചാൽ അവിടുന്ന് കിട്ടാൻ പോകുന്നില്ല. അതൊക്കെ അതിൻ്റെ സമയമായാൽ അപ്രോപ്രിയേറ്റ് ടൈം ഇറ്റ് വിൽ ബി ഗിവൺ. ദാറ്റ്സ് ഓൾ. പക്ഷെ ഏത് ഉപഹാരവും പൂർണ്ണ ഭക്തിയോടുകൂടി സന്തുഷ്ടനായിട്ടുള്ള മനസ്സോടുകൂടി അല്ലേ കൊടുത്തു കഴിഞ്ഞാൽ ഭഗവാൻ സ്വീകരിക്കും. നേച്ഛയാകൃതം ഈശ്വരേച്ഛയ, ഈശ്വരാർപ്പിതം നേച്ഛയാകൃതം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മവും ഭഗവാൻ ഉപഹാരമാണ്, അല്ലേ? ഏത് കർമ്മമാണ് ഭഗവാൻ ഉപഹാരം അല്ലാണ്ടായി പോകുന്നത്? നമ്മൾ ഓരോ ശ്വാസോച്ഛ്വാസവും ഭഗവാന് നമ്മൾ ഉപഹാരമല്ലേ കൊടുക്കുന്നത്? ഒരു താങ്ക്സ് ഗിവിങ് അല്ലേ? എത്ര കൊടുത്താലാ മതിയാവുക? എത്ര കൊടുത്താലാ മതിയാവുക? നമ്മൾ ശ്വസിക്കണ ഓക്സിജൻ്റെ വില എത്രയാണെന്ന് വിചാരിക്കണം നിങ്ങൾ? ഹോസ്പിറ്റലിൽ പോയിട്ട് ഓക്സിജൻ സിലിണ്ടർ വേണമെന്ന് പറഞ്ഞ് ചോദിച്ചു നോക്കുക, അതിൻ്റെ വില കേൾക്കുമ്പോൾ അറിയാം അതിൽ എത്ര ഓക്സിജൻ ഉണ്ടാവും. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ ശ്വസിക്കാനുള്ള ഓക്സിജൻ ഉണ്ടാവും അതിൽ. അതിൻ്റെ ബില്ല് വരുമ്പോൾ, ഓഫീസിലെ ബില്ല് വരുമ്പോഴാണ് നമ്മൾ ഞെട്ടുക. 4000 റുപ്യ 3 മണിക്കൂർ ഓക്സിജൻ സിലിണ്ടർ വെച്ചതിന്. അപ്പോൾ എത്ര വയസ്സായിണാവോ? 70, 75 എന്നൊക്കെ കൂട്ടിക്കോളൂ. അപ്പം 4 മണിക്കൂർ ഓക്സിജൻ വലിക്കാൻ എനിക്ക് 4000 റുപ്യ വേണമെങ്കിൽ 75 കൊല്ലം കണ്ടിന്യൂസ് ആയിട്ട് എപ്പോൾ നോക്കിയാലും ഈ ഓക്സിജൻ തന്നെ പ്രകൃതിയിൽ നിന്ന് എടുത്ത് അത് ഞാൻ വലിച്ചിരിക്കണമെങ്കിൽ എത്ര പൈസ ഞാൻ കൊടുക്കണം? ആ ജനറൽ ആസ്പത്രിയിലേക്ക് ഭഗവാന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഞാൻ അത് കൊടുത്തു തീർക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട്? ആലോചിച്ച് നോക്കൂ. നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ, അല്പമായിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ നമ്മൾ വില കൽപ്പിക്കുന്നുള്ളൂ. ഇങ്ങോട്ട് വില മതിക്കാത്ത സാധനങ്ങൾ തരുമ്പോൾ നമ്മൾ അതിന് വിലയില്ല നമുക്കതിന്. അപ്പോൾ എപ്പോഴും സദാസമയത്ത് നമുക്ക് ആകപ്പാടെ അതിനൊരു പരിഹാരം എന്താ? എപ്പോഴും നന്ദിപൂർവം ഓരോ കർമ്മങ്ങളും ചെയ്യുക. കൃഷ്ണാർപ്പണം, കൃഷ്ണാർപ്പണം എന്ന് പണ്ടത്തെ ആൾക്കാർ വെറുതെ അല്ല ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം എന്ന് പറയുന്നത്. അപ്പോൾ നല്ല മനസ്സോടുകൂടി, ശുദ്ധമായിട്ടുള്ള മനസ്സോടുകൂടി ഭക്തന്മാരെ എന്ത് ഉപഹാരം കൊടുത്താലും, എത്ര ചെറിയ ഉപഹാരം കൊടുത്താലും അത് സന്തോഷത്തോടുകൂടി ഭഗവാൻ സ്വീകരിച്ച് അതിനുള്ള ഫലവും തിരിച്ചു തരുന്നു. പത്രം പുഷ്പം ഫലം തോയം, കേട്ടിട്ടുണ്ടോ ശ്ലോകം?
പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയശ്ചതി തദഹം പ്രത്യുപഹൃതം അശ്നാമി പ്രയതാത്മനാ. പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയശ്യതി തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയാത്മനാ. അശ്നാമി പ്രയതാത്മനാ. 9-ാം അധ്യായത്തിലത്തെ ഭഗവത്ഗീതയിലെ ശ്ലോകമാണ്. ഭക്തിയോടില പൂകായ പത്രം പുഷ്പം ഫലം തോയം യോ മേ ഭക്ത്യാ പ്രയശ്ചതി. ഭക്തിയോടില പൂകായ ജലവും മമ നൽകിയാൽ തദഹം ഭക്ത്യുപഹൃതം അശ്നാമി പ്രയതാത്മനാ. അതു ഞാൻ ഏറ്റിടും ശുദ്ധ ചിത്തൻ ഭക്തിയോടേകയാൽ. ശുദ്ധചിത്തനായിട്ട് നല്ല ഭക്തിയോടുകൂടി എനിക്ക് ഏത് തന്നാലും കുഴപ്പമില്ല. പാൽപ്പായസം വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതൊക്കെ ദുഷ്പ്രചരണങ്ങളാണ്. ഞാൻ പറയാത്ത കാര്യങ്ങളാണ് ആൾക്കാർ പറഞ്ഞു വരുത്തിയെന്ന് പറയുന്നത്. എനിക്ക് പാൽപ്പായസം വേണം, എനിക്ക് അവിൽ വേണം, എനിക്ക് കദളിപ്പഴം വേണം, ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ കൂട്ടരെ, നിങ്ങൾ എന്ത് തന്നോ ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. പത്രം പുഷ്പം ഫലം തോയം അതൊക്കെ ഞാൻ ഭുജിക്കാൻ തയ്യാറാണ്. ഞാൻ കഴിച്ചോളാം അത്. പക്ഷേ on one condition. തദഹം ഭക്ത്യുപഹൃതം. ശുദ്ധചിത്തൻ ഭക്തിയോടേകയാൽ. ശുദ്ധചിത്തനായിരിക്കണം, ഭക്തിയോടെ കൊടുക്കും വേണം. അതുകൊണ്ട് ഭഗവാൻ ഭോക്താവല്ല എന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കൊടുക്കുന്ന ഉപഹാരമൊക്കെ അദ്ദേഹമല്ലേ ഭുജിക്കുന്നത്, അദ്ദേഹത്തിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ അർപ്പിക്കുന്നത്. കൃഷ്ണാർപ്പണം എന്ന് നമ്മൾ പറയുമ്പോൾ അത് നമ്മൾ അർപ്പിക്കേണ്ട ആർക്കാ? ഭഗവാനാ. ഭഗവാൻ അത് കഴിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പിന്നെ ഭോക്താവല്ലേ ഭഗവാൻ. ഇത് മാത്രമല്ല, ഇനി വേറൊരു ഗതിയിൽ നമുക്ക് ചിന്തിക്കാം. പ്രപഞ്ചത്തിനെ മുഴുവൻ അവസാനം ശാപ്പാടാക്കണത് ആരാ? ഈ സൃഷ്ടിയെ മുഴുവൻ ലയനകാലത്ത് ശാപ്പാടാക്കി മാറ്റുന്നത് ആരാ? കാലം. കാലോസ്മി അല്ലേ? മൃത്യുവിൻ്റെ രൂപത്തിൽ വന്ന് കാലമാണ് ഈ ബാക്കിയുള്ള സകല സ്ഥൂല സൂക്ഷ്മ ശരീരങ്ങളെല്ലാം ഭക്ഷണമാക്കിയിട്ട് ഭഗവാൻ വിരാട് പുരുഷൻ കഴിക്കണത് അല്ലേ? ആ വിശ്വരൂപ ചിത്രം നോക്കുക. എത്ര ആൾക്കാർ അദ്ദേഹത്തിൻ്റെ വായ കൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് പോകണ ഓരോന്നോരോന്നായിട്ടില്ലേ? ആ ചിത്രം ഒന്ന് എടുത്ത് നോക്കൂ. വായ തുറന്നിട്ട് എങ്ങനെ ഇരിക്കുന്നുണ്ട്. ലേലീഹിയസേ. എന്താ പറയുക, വ്യാസൻ്റെ ഒരു ഹ്യൂമർ കണ്ടില്ലേ അവിടെ? ലേലീഹിയസേ. ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് അദ്ദേഹം ഫുഡ് കഴിക്കണം, ആസ്വദിച്ച് കഴിക്കണം. എങ്ങനെയാ? മരണമായിരിക്കുന്ന പിക്കിളൊന്ന് ഇടയ്ക്ക് വരലോണ്ട് എടുത്തിട്ടൊന്ന് തൊട്ട് നക്കിയിട്ട് ആസ്വദിച്ചിട്ടാണ് കഴിക്കുന്നത് ഭക്ഷണം. ഏത് ഭക്ഷണം? ഈ അവസാനത്തെ ഈ സൃഷ്ടിജാലങ്ങളെല്ലാം ലയിപ്പിക്കുന്നത് അദ്ദേഹത്തിലേക്കാണ്. അപ്പം അതും ഭോക്താവല്ലേ അല്ലേ? അപ്പം ഭോക്താവ് തന്നെയാണ് ഭഗവാൻ, അല്ലാതൊരു സംശയവും വേണ്ട. അപ്പം അങ്ങനെ ഭോക്ത എന്നുള്ള നാമം നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അപ്പം ഈ ലളിതാ സഹസ്രനാമത്തിലും നമുക്ക് ഒരു നാമം കാണാം കേട്ടോ. ഭോഗിനി എന്നുള്ളൊരു നാമം കാണാം. ഭോഗിനി വെച്ചെങ്കിൽ ഭോഗം സുഖിക്കുന്നവൾ, ഭോക്താവ്, ഭുജിക്കുന്നവൾ ഭോഗിനി. പുരുഷാർത്ഥപ്രദാ പൂർണ്ണ ഭോഗിനി ഭുവനേശ്വരി. അതേ നാമം തന്നെയല്ലേ അവിടെ? അപ്പോൾ ദേവിയുടെയും ചുറ്റുപാടൊക്കെ തന്നെയാണ്. ദേവിയും ഭോക്ത തന്നെയാണ്, ഭോഗിനിയാണ്, സൂഹിക്കുന്നവളാണ്, ശാപ്പാട് സുഖമായിട്ട് കഴിക്കുന്നവളാണ്. അവിടെ പായസന്നപ്രിയ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അവിടെ വളരെ വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ചാപ്പാട് റെഡി ആയാൽ പറഞ്ഞോളൂന്ന്. ഇല്ലേ? എല്ലാ തരത്തിലുള്ള ചാപ്പാടും റെഡി ആയാൽ പറഞ്ഞോളാനാണ് പറഞ്ഞേക്കുന്നത് അവിടെ. അല്ലേ? അപ്പോൾ അങ്ങനെ നമുക്ക് ഭോക്ത എന്നുള്ളതിൽ നിർത്താം. ഇനി അടുത്ത നാമം സഹിഷ്ണു.
സഹിഷ്ണു എന്ന് വെച്ചെങ്കിൽ സഹനശീലൻ എന്നർത്ഥം. മാപ്പ് നൽകുന്നവൻ, ജയിക്കുന്നവൻ, ഒക്കെയാണ് സഹിഷ്ണു എന്നുള്ളതിൻ്റെ അർത്ഥം. ഭഗവാന്റെ സഹനശീലം ഒന്ന് ഓർത്തു നോക്കൂ, ഒന്ന് ആലോചിക്കൂ. ഭഗവാന്റെ സഹനശീലം നമ്മളുടെ അധിക പ്രസംഗത്തിനും ഈ കോപ്പറേറ്റീവ് തരം കാണിക്കുന്നതിനൊക്കെ എത്ര സഹിക്കണു ഭഗവാൻ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാൻ പുറപ്പെട്ടാലത്തെ കഥ ആലോചിച്ച് നോക്കൂ. മഹാത്മാക്കൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ആരൊക്കെ എന്ത് വേണമെങ്കിൽ പറഞ്ഞോട്ടെ, ചുറ്റുപാട് നിന്ന് കൊഞ്ഞനം കാട്ടിക്കോട്ടെ, കുരച്ചോട്ടെ, അനങ്ങില്ല. നിറകൂട്ടം തുളുമ്പില്ല. empty vessels sound the most. ചലക്കില്ല തിരിച്ച്. മനസ്സിലായില്ലേ? സാമധാന ഭേദദണ്ഡ രീതിയിൽ അതിനെ വേണ്ട പോലെ കൈകാര്യം ചെയ്തോളാം. ആരെന്ത് പറഞ്ഞാലും അസാമാന്യ സഹിഷ്ണുതയാണ് ഭഗവാന്. ഒരു നേതാവിൻ്റെ ഗുണങ്ങൾ അതല്ലേ. ആരൊക്കെ എന്തൊക്കെ വേണമെങ്കിൽ പറഞ്ഞോട്ടെ, അദ്ദേഹത്തിൻ്റെ കർമ്മം ചെയ്തിങ്ങനെ പോണു ഒരു ഭാഗത്തു കൂടെ. വേറെ ആരൊക്കെ എവിടെ വേണമെങ്കിൽ കയറി കുരച്ചോട്ടെ. ആനപ്പുറത്ത് പോകണവൻ താഴത്ത് കിടന്ന് പട്ടി കുരച്ചോണ്ട് അവർക്കെന്താ? അപ്പം നമ്മളാരെ ഭഗവാനെ കുറിച്ച് കുറ്റം പറയാൻ? ഭഗവാനും വല്ല കൂസലുണ്ടോ? പറഞ്ഞാൽ നമ്മുടെ മരുന്ന് കിടന്ന് തുപ്പണ പോലെ നമ്മുടെ മേത്തേക്ക് തന്നെ വീഴും. അങ്ങോട്ടൊന്നും എത്തില്ല. അത് അതിനെ എത്തിയാൽ തന്നെ സഹിക്കാനുള്ള കഴിവും ഭഗവാനുണ്ട്. നല്ല ഭരണാധികാരം അല്ല, അങ്ങനെയാണ് ഭഗവാൻ. നല്ലൊരു ഭരണാധികാരിയല്ലേ? ഇത്ര ജനങ്ങൾ എന്തൊക്കെ പറയും, ഇതിനൊക്കെ മറുപടി പറയാൻ നിൽക്കുക നമ്മൾ. സൃഷ്ടിയിൽ എത്രയൊക്കെ തരത്തിലുള്ള ആൾക്കാരുണ്ടാവും ഭഗവാന്റെ സൃഷ്ടിയിൽ. ഓരോരുത്തരും പറഞ്ഞതിന് മറുപടി പറയാൻ നിൽക്കുക, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ നിൽക്കുക, പ്രസ് റിലീസ് കൊടുക്കാൻ നിൽക്കുക, ന്യൂസ് കോൺഫറൻസ് വിളിക്കാൻ നിൽക്കുക, പ്രസ് കോൺഫറൻസ് വിളിക്കാൻ നിൽക്കുക. എന്ത് വേണ്ടി പറഞ്ഞോട്ടെ, എൻ്റെ കർമ്മം ഞാൻ ചെയ്തിങ്ങനെ പോകും. ഒന്നിനും പ്രതികരിക്കില്ല. കാരണം നിറകോടാവുക. കാരണം പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണു. പ്രകൃതിക്ക് വിരുദ്ധമായിട്ട് ചെയ്താൽ എത്ര കണ്ട് പ്രകൃതി നമ്മളോട് ക്ഷമിക്കണു. ഭൂമിയുടെ പര്യായം തന്നെ ക്ഷമ എന്നാണ്, അല്ലേ? നമ്മളെപ്പോലെയുള്ള അല്പജ്ഞാനികളെ വല്ലവരും എന്തെങ്കിലും ഒന്ന് പറയട്ടെ, ആരെങ്കിലും ഒന്ന് ക്രിട്ടിസൈസ് ചെയ്യട്ടെ, നമ്മൾ വിടുമോ? പലിശ അട്ടക്കം തിരിച്ചു കൊടുക്കുക. അവൻ അങ്ങനെ പറഞ്ഞോ, ഇനിയിപ്പോൾ ഇതൊന്നും ചോദിച്ചിട്ട് എനിക്ക് കാര്യമില്ല, ഇനി എൻ്റെ ഭക്ഷണം അയാളോട് ചോദിച്ചിട്ട് എനിക്ക് കാര്യമുള്ളൂ എന്ന് പറഞ്ഞ് പുറപ്പെടില്ലേ നമ്മൾ? എവിടെ നമുക്ക് സഹനശക്തി ഉള്ളത്? സഹിഷ്ണുത എവിടെയുള്ളത്? മാപ്പ് കൊടുക്കണ മെൻറ്റാലിറ്റി എവിടെയുള്ളത്? ക്ഷമിക്കാനുള്ള കരുത്ത് എവിടെയുള്ളത്? ഭഗവാൻ അങ്ങനെയല്ല. എന്തും ക്ഷമിക്കും, എന്തിനും മാപ്പ് കൊടുക്കും. ക്ഷമ, സഹനശീലം ഇതൊക്കെയാണ് മഹത്തുക്കളുടെ ലക്ഷണം. മനസ്സിലായില്ലേ? ബലമില്ലാത്തവരുടെ ലക്ഷണമല്ല സഹനശക്തി, ബലമുള്ളവൻ്റെ ലക്ഷണമാണ്. ബലമുള്ളവൻ കാണിക്കുന്നതാണ് സഹനശീലം. മറ്റവൻ കാണിക്കുന്നത് നിവൃത്തിയില്ലാണ്ട് കാണിക്കുക. ഇത് എതിർക്കാൻ ശക്തി ഉണ്ടായിട്ടും ഞാൻ എതിർക്കുന്നില്ല, അതാണ് ക്ഷമ. എനിക്ക് നിവൃത്തിയില്ല, ഞാൻ ക്ഷമിക്കില്ലാണ്ട് എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക? അയാളെങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വായ തുറക്കാൻ പറ്റില്ല, അത് ക്ഷമയല്ല, അത് നിവൃത്തിയില്ലാണ്ടൊരു കീഴടങ്ങല. ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, നല്ലൊരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം അതല്ല. അവൻ പറഞ്ഞതിനൊക്കെ തിരിച്ചങ്ങോട്ട് പറയാൻ ഇട്ടിട്ട് പൊരിപ്പിക്കാൻ പറ്റും, അവന് ചിഞ്ചിട്ടിയിലിട്ട് ഉറക്കാൻ പറ്റും. അതിനുള്ള കഴിവുണ്ട് ഇട്ടിരിക്കുന്ന ആൾക്ക്. പക്ഷെ ചെയ്യില്ല. എന്താ കാരണം? ക്ഷമ, സഹനശക്തി, സഹിഷ്ണുത. അതൊക്കെ എന്താ പറയുക, ശക്തിയുള്ളവൻ്റെ, ശക്തിമാൻ്റെ മുതൽക്കൂട്ടാണ് അതൊക്കെ. അല്ലാണ്ട് ശക്തി ഇല്ലാത്തവൻ്റെ മുതൽക്കൂട്ടല്ല അത്. പുരാണങ്ങളിൽ നോക്കൂ, ഓരോരോ രാക്ഷസന്മാർ എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യും. എത്ര അവസരം അവർക്ക് നേർവഴിക്ക് പോകാൻ കൊടുക്കേണ്ട ഭഗവാൻ.
ആ ശംഖുനാഥ് എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്? മൂർത്തിയില്ലെങ്കിൽ മാത്രമല്ലേ കാലചക്രം എടുക്കുള്ളൂ. ശിശുപാലിന് ഭഗവാൻ 100 അവസരം കൊടുത്തില്ലേ? എന്തൊരു ക്ഷമയാ ഭഗവാന്. ഭൃഗു മഹർഷിയുടെ കഥ അറിയില്ലേ നിങ്ങൾക്ക്? ആർക്കാണ് ക്ഷമ കൂടുതലെന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ചെന്നപ്പോൾ, ശിവന്റെയും ബ്രഹ്മാവിൻ്റെ ഒക്കെ അടുത്ത് ചെന്നപ്പോൾ അവർ ഉറക്കത്തിന് വിളിച്ച് ദേഷ്യപ്പെട്ടു. വിഷ്ണു ഭഗവാന്റെ അടുത്ത് ചെന്നപ്പോൾ അദ്ദേഹം കിടന്ന് ഉറങ്ങുക. അപ്പോൾ ഞാൻ വന്നത് കണ്ടില്ല, എന്നെ അവമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഭൃഗു മഹർഷി ആ നെഞ്ഞത്തൊരു ചവിട്ട് കൊടുക്കും. ചവിട്ടിയപ്പോഴാണ് ഭഗവാൻ ഉണരുക. നിങ്ങൾക്കറിയാം ഈ കഥ. ഉണർന്നിട്ട് അങ്ങനെ കാല് പിടിക്കും. കാല് പിടിച്ചിട്ട് പറയും, ഭഗവാന്റെ കോമളമായിട്ടുള്ള പാതാരബന്ധങ്ങൾ എൻ്റെ ഈ പരിപരിപ്പുള്ള മാറത്ത് വെച്ചപ്പോൾ വേദനിച്ചോണാവോ എന്ന് ചോദിക്കും. അതാണ് ക്ഷമ. അവൻ്റെ നെഞ്ഞത്ത് ചവിട്ടിയാലും അതൊരു പ്രോവർബിയലായിട്ട് മാറിയില്ലേ? ശ്രീവത്സംഗം. കാല് പിടിച്ചത് വേറെ കാര്യത്തിനാണ് ഞാൻ ചൊല്ലോ. അയാൾക്കൊരു കണ്ണുണ്ടായിരുന്നു ആ കാലുമില്ല, അതൊന്ന് പൊട്ടിച്ച് കളയേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ലോകസംഗ്രഹത്തിന് വേണ്ടിയിട്ട്. അത് ഈ ഭൃഗുമഹർഷി ഈ കാലിൻ്റെ മുകളിൽ കണ്ണും വെച്ച് നടന്ന വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ കണ്ണൊന്ന് പൊട്ടിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അതിനാണ് അങ്ങനെ ഈ ഉറക്കൊക്കെ നടിച്ച് കിടന്നത്. അത് വേറെ കാര്യം. പക്ഷെ എങ്കിലും അവിടെ കാണിച്ച പ്രയോഗം എന്താ? ക്ഷമയുടെ അത്യുന്നതാണ്. ഉറങ്ങി കിടക്കണ ആളുടെ മേത്ത് വന്ന് ചവിട്ടിയിട്ട് ആ ചവിട്ടിയെ കാല് പിടിച്ചിട്ട് നമസ്കരിച്ചിട്ട്, മഹർഷിക്ക് എൻ്റെ പരുക്കൻ ദേഹത്തിൽ ചവിട്ടിയപ്പോൾ വേദനിച്ചോണാവോ ക്ഷമ എന്ന് പറയണ ആ സഹിഷ്ണുതയുണ്ടല്ലോ, അതാണ് ഭഗവാന്റെ സഹിഷ്ണുത. അതാണ് ഇന്ന് അതിനെ ശ്രീവത്സം എന്ന് വന്ന് വക്ഷസ്ഥലത്ത് കിടക്കുന്നത്. അപ്പോൾ സഹനശക്തി, ക്ഷമ, ഇതെല്ലാം കഴിവില്ലാത്തൻ്റെ കൈമുതലല്ല എന്നർത്ഥം. ശക്തിമാൻ്റെ കൈമുതലാണ്. ഭക്തന്മാരുടെ തെറ്റുകൾ എന്തൊക്കെയാണെങ്കിൽ അതൊക്കെ പുറത്ത്, അസഭ്യം വിളിച്ചു പറയലും തെറി വിളിച്ചു പറയലും ഇതൊക്കെ പുറത്ത്, കുട്ടികളെല്ലാം അറിയേണ്ട എന്താ വെച്ചാൽ അവൻ ചെയ്യട്ടെ, അവരെ നേർവഴിക്ക് നയിക്കണു, ആവുന്നതും നോക്കണു, വിരോധികളെ സുസൂക്ഷ്മം നിരീക്ഷിക്കണു. ആരൊക്കെയാണത് പറയണം? അവരൊക്കെ റെക്കോർഡുണ്ട് അവിടെ, ആരൊക്കെയാണ് പറയണമെന്നുള്ളത്. പ്രസക്തനായിട്ടുള്ള ക്ഷമയോടെ എല്ലാ ഉപദ്രവങ്ങളും സഹിച്ച് കുറേ കാത്തിരിക്കും. സാമധാന ഭേദദണ്ഡമൊക്കെ നോക്കും. നിർത്തില്ലാത്ത ചുറ്റുപാടായാൽ, ഇരിക്കപ്പുറത്തില്ലാത്തൊരവസ്ഥ വരികയാണെങ്കിൽ മാത്രം ആ സഹിഷ്ണുത ഒന്ന് കൈവിട്ട പോലെ ഒന്ന് കൈവിട്ടിട്ട് ചക്രം കൈക്കൊള്ളും, കാലചക്രം. അപ്പോൾ ക്ഷമാശീലൻ ജേതാവായി മാറുന്നു. ദേവരെ ക്ഷമിച്ചിരുന്നവൻ ജയിച്ചവനാകുന്നു. അതുകൊണ്ടാണ് ആ നാമത്തിന് അങ്ങനെ ഒരു അർത്ഥം വരാൻ കാരണം. സഹിഷ്ണു എന്നുള്ളതിന് സഹനശീലൻ എന്നും മാപ്പ് നൽകുന്നവെന്നും ജയിക്കുന്നവൻ എന്നും അർത്ഥമുണ്ട്. അതുകൊണ്ട് ജയിക്കുന്നവൻ എന്നുള്ള വാക്ക് അർത്ഥം ആ നാമത്തിന് വരാൻ കാരണം. ഭഗവാന്റെ ക്ഷമ എന്ന് വെച്ചാൽ അത് ലോകപ്രസിദ്ധമാണ്. മഹാവിഷ്ണുവിൻ്റെ ക്ഷമ. മറ്റൊക്കെ ക്ഷിപ്രകോപികളാ. അയ്യോ, ശിവനൊക്കെ ക്ഷിപ്രകോപിയാണ്. ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ദേഷ്യം വരാൻ അധികം സമയമൊന്നും വേണ്ട, അല്ലേ? അതുകൊണ്ടല്ല നമുക്ക് ഈ ക്ഷേത്രങ്ങളിൽ തന്നെ പോയി നോക്കൂ. ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഒന്നും ഇതുണ്ടായിട്ട് പറയില്ല. ഇപ്പോൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ, അല്ലെങ്കിൽ എറണാകുളം ശിവക്ഷേത്രത്തിൽ, ഇവിടെയൊക്കെ ഒന്ന് പോയി നോക്കൂ. അന്തരീക്ഷം ഭീകരത എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്തോ ഒരു സോർട്ട് ഓഫ് എ ഡിവിനിറ്റിയോ, നമുക്ക് എന്താ പറയുക, വളരെയധികം ബഹുമാനിക്കപ്പെടേണ്ട ഒരു ക്ഷേത്രമാണ്, അന്തരീക്ഷമാണ് അവിടെയൊക്കെ. അല്ല, അങ്ങനെയല്ലേ? നിങ്ങൾക്കും അനുഭവം അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കുട്ടികളിക്ക് പറ്റില്ല അവിടെ. നേരെ മറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് പോയി നോക്കൂ. അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ വേറൊരു അനുഭവം, അല്ലേ? എന്ത് കാണിച്ചാലും കുഴപ്പമില്ല. കിടക്കുക, ഇരിക്കുക, ഉരുളുക, മറ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഉറക്കനാമം ജപിക്കുക. ചില മറ്റുള്ള ശിവക്ഷേത്രത്തിൽ ഇവിടെ എറണാകുളത്തൊക്കെ പോയാൽ ഉറക്കനാമം ജപിക്കാൻ പാടില്ല, ചീത്ത പറയരുത്.
ചുണ്ടോട്ട് ജപിച്ചാൽ പോലെ എന്തിനാ അവരുടെ ഉറക്ക ഓളിയിടണമെന്ന് ചോദിക്കും ആ ക്ഷേത്ര ഉദ്യോഗസ്ഥന്മാർ. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിശബ്ദത പാലിക്കുക എന്ന്. ചോറ്റാനിക്കര അതെ ഒരു ഭീകരാന്തരീക്ഷം എന്ന് പറയാൻ പറ്റില്ല, ഒരു എന്താ വാക്ക് പറയാൻ എനിക്ക് അറിയില്ല. ഗംഭീരമായിട്ടുള്ള അന്തരീക്ഷമാണ് അവിടെ. ആകപ്പാടെ നമുക്ക് ഒരു ഭക്തി കൊണ്ടുള്ളൊരു ഭയം തോന്നും. ഭക്തി കൊണ്ട് സന്തോഷമല്ല തോന്നുക, ഭക്തി കൊണ്ടൊരു ഭയമാണ് നമുക്ക്. അതിനെക്കുറിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോയി നോക്കൂ, അവിടെ ഭക്തി തന്നെയുള്ളൂ അവിടെ. പക്ഷെ ഭക്തി കൊണ്ട് സന്തോഷത്തിൽ ആറോടെയാണ് ഓരോ ഭക്തന്മാർ ഉള്ളിൽ ചെന്നവർ. എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയണില്ല, എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. ഇടയ്ക്ക് തോന്നും കുറേ നേരം ഇവിടെ ഇരിക്കാന്ന്, പിന്നെ തോന്നും ഏതായാലും ഒന്ന് പ്രദർശനം വയ്ക്കാൻ തോന്നും, പിന്നെ ഒന്ന് പ്രദർശനം വയ്ക്കുമ്പോൾ തോന്നാല്ല ഒന്ന് പുറത്ത് പോയിട്ട് വരാൻ തോന്നും. ഇങ്ങനെ പലതും തോന്നും അതിൻ്റെ ഉള്ളിൽ. എന്താ കാരണം? ആ സങ്കല്പിച്ചിരിക്കുന്ന അവിടുത്തെ മൂർത്തി, ആ മൂർത്തിയുടെ മനോഭാവമാണത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ശിവനും ദേവിയൊക്കെ ക്ഷിപ്രകോപികളാണ്, ക്ഷിപ്രപ്രസാദിയാണ്. അവരുടെ നിന്ന് വരം മേടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ ഡിപ്ലോമാറ്റിക്കായിട്ട് മേടിച്ചു വരാൻ വരങ്ങൾ. അങ്ങനെയാണല്ലോ രാക്ഷസന്മാരൊക്കെ അങ്ങോട്ട് പോകണം. വിഷ്ണുവിനെ തപസ് ചെയ്യുന്ന രാക്ഷസന്മാർ വളരെ കുറവാണ്, ഇല്ല എന്ന് തന്നെ വേണം പറയാൻ. രാക്ഷസന്മാർക്ക് ഏക സ്ഥലം തപസ് ചെയ്യാൻ ഒന്നുകിൽ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോകും, അല്ലെങ്കിൽ ശിവൻ്റെ അടുത്ത് പോകും, അത്രയേ ഉള്ളൂ. അപ്പോൾ കാരണം എന്താ? ക്ഷിപ്രപ്രസാദിയാണ്, ക്ഷിപ്രകോപിയാണ്. ഭഗവാൻ അതല്ല, ഭഗവാന്റെ ഒരു നിലയുണ്ട്, മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ നാമം നമുക്ക് സഹിഷ്ണു, 144-ാമത്തെ സഹിഷ്ണു. അടുത്ത ദിവസം നാളെ നമുക്ക് അടുത്ത നാമം നമുക്ക് കാണാം. അപ്പോൾ ഇന്നേക്ക് എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ രക്ഷിക്കണേ.